നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2.5 കൊല്ലമായി. 2.5 കൊല്ലം. അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ കുറച്ച് ബന്ധുക്കൾ അടുക്കള കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്ന? അത് ചടങ്ങാണത്. അത് ചടങ്ങ്. എന്നിട്ട് ബാക്കിയുള്ള ബന്ധുക്കൾ എല്ലാം പോയി. എന്നിട്ട് ഇതുവരെ എന്റെ അടുക്കള കണ്ട് തീർന്നിട്ടില്ല. അത് എവിടത്തെ ചടങ്ങടി? അത് ചടങ്ങല്ല, അത് ആങ്ങളക്ക് എന്നോടുള്ള സ്നേഹം. എടി, ആങ്ങളക്ക് സ്നേഹമുണ്ട്. ഞാൻ നിന്റെ ഭർത്താവല്ലേ? അതെ. എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ സമയം കിട്ടും. എന്താ അത്? ആങ്ങളെ വല്ലതും കാണുന്ന? അടുത്ത മാസം എന്തുവായാലും ഞാൻ ദുബായിക്ക് പോകും. അതുകൊണ്ട് എനിക്കൊന്ന് സ്നേഹിച്ചൂടെ? എല്ലാം പറഞ്ഞു പഠിപ്പിച്ചേക്കോ അവൻ. കാരണം ഞാൻ கம்பெனில எவ்வளவு நாள் பழக்கம்? ஜஸ்ட் 5 days தான் மேம். அமுகு டுமுகள் அமால் டுமால், அமுகு டுமுகள் அமால் டுமால். தண்ணி தம்மு நார்மலா எல்லாரும் அடிக்கிறாங்க. நீ என்னைக்கு யூஸ் பண்ணி அன்னில நார்மலா எல்லாரும் அடிக்கிறதுன்னு இந்த பொண்ணு சர்டிபிகேட் கொடுக்கறா. மாரிமுத்து நீனும் போய் வெளில சுத்திட்டு வந்ததா வந்து நியூஸ் வந்திருக்கு. அது எப்படி நியூஸ் வரும்? நீ என்ன அமெரிக்கன் பிரசிடென்டா? குத்துனா எப்படி தான்? ஓ சந்தானம் ஜஸ்ட் ப்ளே மேம், ஓகேங்களா? கல்யாணம் பண்ணிட்டு வந்தா எங்க வீட்ல வந்து என்ன பண்ணுவாங்க அப்படின்ற ஒரு டாட் பண்ணேன். இந்த விக்கி என்ன பண்றாரு? பூக்கடையில வேலை பாக்குறாங்க. எவ்வளவு நாளைக்கு என்ன விக்கியோட? லைஃப் லாங் வரைக்கும் அவங்களோட தான் இதுக்கு மேல முடிவு பண்ணிருக்கேன். ഫുൾ നെയിം പറയൂ. മുഴുവനും പേര് പറയാൻ. മുഴുവനെ പേര് പറയാൻ. മുഴുവനെ പേര് പറയാൻ. പുതിയ നിയമമൊക്കെ അറിയോ പഞ്ചായത്തിൽ? ആ ആയിക്കോട്ടെ. എന്റെ പേര്. അയ്യോ ഇതെന്താ? പിന്നെ മുഴുവനെ പേര് പറയാൻ പറഞ്ഞു. അയ്യോ അങ്ങനെയല്ല, നിങ്ങളുടെ മൊത്തം പേര് പറയാൻ. എന്റെ പേരോ? ആ ശിവശങ്കരൻ തമ്പി. വയസ്സ് 30. കഴിഞ്ഞിട്ട് 58 വർഷമായി. സെക്സ് പറയൂ. സെക്സ് പറയൂ. ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സംഭവമാണ്. എന്നാലും ഞാൻ പറയാം. അന്ന് എനിക്ക് 16 or 15 വയസ്സുള്ള ഒരു സമയം. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അവിടെ അന്ന് ആരുമില്ലായിരുന്നു. എന്നോട് പറഞ്ഞു ഇന്ന് വൈകിട്ടൊന്ന് കൂട്ടുകിടക്കാൻ വരാമോ എന്ന്. അല്ല സെക്സ് പറയാനാ പറഞ്ഞു. അതാ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. എടോ താൻ ആണാണോ പെണ്ണാണോ എന്നൊന്ന് പറയാൻ. കണ്ടിട്ട് എന്താ തോന്നുന്നു? കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്കെന്തൊക്കെയോ തോന്നുന്നു. இல்ல ஆண்டி, நான் செஞ்ச தப்புக்கு அவதான் என்ன மன்னிக்கணும். சாரி பிரியா, ஐம் எக்ஸ்ட்ரீம்லி சாரி. உன் முகத்தை நேருக்கு நேர பாக்குறதுக்கு எனக்கு வெக்கமா இருக்கு. எந்த அக்ரிமெண்ட்டை காமிச்சு உனக்கு அனுப்புனோ இப்ப அதே அக்ரிமெண்ட்டை நான் கிழிச்சிடுறேன்.
மனசு துண்டு துண்டா உடைச்சிட்டு இப்ப இந்த வேல்யூ இல்லாத அக்ரிமெண்ட் பேப்பரை எதுக்காக கிழிச்சிட்டு இருக்கீங்க? பிரியா, அக்ரிமெண்ட் போட்டது எவ்வளவு முட்டாள்தனமான ஒரு காரியம்னு நான் இப்பதான் புரிஞ்சுக்கிட்டேன். நடந்ததெல்லாம் மனசுல வச்சுக்காம வா பிரியா, வீட்டுக்கு போலாம். நீங்க கூப்பிட்டப்பெல்லாம் வரதுக்கும் வேண்டாம் போயிடுன்னு சொன்ன உடனே போறதுக்கும் நான் ஒன்னும் ப்ராஸ்டிடியூட் கிடையாது. என்ன பேசிட்டு பேசுறேன்? நீ இல்ல தலையிடாதமா. செல்ஃப் ரெஸ்பெக்ட்ங்கிறது அவருக்கு மட்டும் இல்ல நமக்கும் இருக்கு. ஃபீலிங்ஸ்ங்கிறது அவருக்கு மட்டும் இல்ல நமக்கும் இருக்கு. ஒரு வருஷ வாழ்க்கையில நான் அவருக்கு நல்லா சமைச்சு போடுறவளா தெரிஞ்சிருக்கேன், நல்லா ஃப்ரெண்டா தெரிஞ்சிருக்கேன், நல்லா சர்வீஸ் பண்றவளா தெரிஞ்சிருக்கேன். ஆனா ஒரு நிமிஷம் கூட வைஃபா நினைச்சு பாக்குற அளவுக்கு நடந்துக்கலன்னு சொல்லி திருப்பி அனுப்புனாரு. இப்ப எந்த நினைப்போட இங்க வந்திருக்காருன்னு தெரியல. என் லைஃப்ல மேரேஜ்ங்கிறது ஒரு ஜாப் மாதிரி தான். ஒரு வருஷம் வைஃபா ஒர்க் பண்ண, இப்ப மறுபடியும் அந்த ஜாபை என்னால கண்டினியூ பண்ண முடியாது. ഇനിമേ ഞാൻ എന്നാ சொன்னாலும் നീ നമ്പ പോறது. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാം. ഞാൻ കഥ എഴുതുന്നുണ്ട്. ആ കഥയില് കുറച്ച് കാര്യങ്ങൾ 2-4 സെന്റൻസ് എഴുതി രാത്രി എഴുതണം ബാക്കിയുള്ളത്. കഥ എന്താണ്? കഥ ചോദ്യം വാല്യൂ ഇല്ല, ചോദ്യത്തിന് വാല്യൂ ഇല്ല. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. എന്താണ് നിങ്ങൾ എഴുതുന്ന കഥ, എന്താണ് അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ചോദിക്കണം. അപ്പോഴേ നമുക്ക് അതിന്റെ ഉത്തരം പറയാം. നിങ്ങൾ എന്താണ് കഥ എന്ന് വെച്ചാൽ ഞാൻ ഉത്തരം പറയുമ്പോ അത് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് എന്താ തോന്നാന്നറിയോ? അതിലെന്തോ ഒരു ഇതുണ്ടെന്നാ തോന്നുന്നത്. ഓക്കെ, ഇനി കഥന്റെ തീം എന്താ? കഥ എന്തിനെ കുറിച്ചാണ്? കഥ പ്രമേയം എന്തിനെ കുറിച്ചാണ് നിങ്ങളെ കഥ? കഥയുടെ പ്രമേയം എന്താണ്? കഥയുടെ പ്രമേയം എന്താണ്? കഥയുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, വാക്കിനെന്താ അർത്ഥം വരുന്നത്? പ്രമേയം എന്ന് പറഞ്ഞ വാക്കിനൊരു അർത്ഥം വേണം. അല്ലാതെ നിങ്ങൾ കഥയുടെ എന്തെന്ന് ചോദിച്ചാൽ അതിന് കാര്യമല്ല. നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് കഥ എഴുതുന്നത്? എന്താണ് നിങ്ങൾ ആ ജീവിത കഥയാണോ? അതിലെന്തെങ്കിലും സാങ്കല്പികമുണ്ടോ? അതൊക്കെയാണെങ്കിൽ എനിക്ക് ഉത്തരം തരാൻ കഴിയും. ചോദ്യം എങ്ങനെ ഇരിക്കും?